ലാസ്റ്റ് സെഷനിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ ടൈം ലൈൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെക്കാൻ ഇന്ത്യ അഥവാ സെൻട്രൽ ഇന്ത്യയുടെയും അതേ കണക്ക് തന്നെ സൗത്ത് ഇന്ത്യയുടെയാണ്. അപ്പോൾ എന്താ ഇതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു നോർത്ത് ഇന്ത്യ റീജിയൻ ഉണ്ട്, ഒരു നർമ്മദ റിവർ വരെയുള്ള ഡെക്കാൻ പ്ലേറ്റ് വരെയുള്ള റീജിയൻ. ആ നോർത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞു. ദെൻ നമുക്ക് ഡെക്കാൻ റീജിയൻ ഉണ്ട്, സെൻട്രൽ ഇന്ത്യയുടെ റീജിയൻ വരുന്നത്. അതായത് നമ്മുടെ കർണാടക ആ ഒരു റീജിയനൊക്കെ വരും, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന അങ്ങനെ ഒരു റീജിയൻ വരും. ദെൻ സൗത്ത് ഇന്ത്യ വരും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കവർ ചെയ്ത നോർത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററി ആണെങ്കിൽ ഇനി നമ്മൾ ഡെക്കാൻ റീജിയൻ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ ഭരിച്ച ഡൈനാസ്റ്റീസ് നോക്കും. ദെൻ സൗത്ത് ഇന്ത്യ ഈ കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുള്ള ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കും. അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ, ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ഓഫ് ഡെക്കാൻ റീജിയൻ അഥവാ സെൻട്രൽ ഇന്ത്യയിലെ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസാണ് നോക്കുന്നത്. ആദ്യത്തെ ഡൈനാസ്റ്റി, ഹിസ്റ്റോറിക്കലി റെക്കോർഡ് ചെയ്യപ്പെട്ട ഡെക്കാൻ റീജിയൻ്റെ ആദ്യത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സാത്വാഹനാസ് ആണ്. ശതവാഹനന്മാരാണ് സാത്വാഹനാസ്. സാത്വാഹനാസിൻ്റെ ടൈം പീരീഡ് പഠിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മുടെ മൗര്യൻ പീരീഡ് തീരുന്ന വർഷത്തിന് സിമിലർ ആണ്. 187 AD മുതൽ 3rd century AD വരെ. 187 മുതൽ 3rd century AD വരെ. 3rd century AD എന്ന് പറഞ്ഞാൽ ഏകദേശം 200 മുതൽ 299 വരെയുള്ള കാലഘട്ടമാണ് കേട്ടോ. 3rd century AD ആ ഒരു കാലഘട്ടം വരെ സാത്വാഹനാസിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 187 BC മുതൽ 3rd century AD വരെയുള്ള കാലഘട്ടം. സൗത്ത് ഇന്ത്യ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ 3rd century BC മുതൽ 3rd century AD വരെ പഠിക്കുന്നത്. 3rd century BC മുതൽ 3rd century AD വരെയാണ് സൗത്ത് ഇന്ത്യയിലെ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ഡെക്കാൻ റീജിയൻ പഠിക്കുമ്പോൾ ആദ്യത്തെ ഡൈനാസ്റ്റി സാത്വാഹനാസ് ആണ്, ശതവാഹനന്മാരാണ്. 187 BC മുതൽ 187 BC മുതൽ 3rd century AD വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ സാത്വാഹനസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂളർ ഗൗതമിപുത്ര സതകർണിയാണ്. ആദ്യമായിട്ടാണ് ഒരു ചക്രവർത്തി സ്വന്തം പേരിൻ്റെ കൂടെ സ്വന്തം അമ്മയുടെ പേര്, ഗൗതമി എന്നാണ് അമ്മയുടെ പേര് ചേർത്ത ചക്രവർത്തിയാണ് ഗൗതമിപുത്ര സതകർണി. സാത്വാഹനസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂളറും ഗൗതമിപുത്ര സതകർണിയാണ് കേട്ടോ. ഈ പേരിൽ എനിക്ക് തോന്നുന്നു തെലുങ്കാണെന്ന് തോന്നുന്നു, ഈ രാജാവിൻ്റെ പേരിൽ ഒരു സിനിമ തന്നെ, ബയോപിക് തന്നെ അവർ എടുത്തിട്ടുണ്ട്. ബയോപിക് പോലൊരു ഹിസ്റ്റോറിക്കൽ മൂവി അവർ എടുത്തിട്ടുണ്ട്. ഈ കുറച്ച് ഇയേഴ്സിന് മുന്നേ വന്നതാണ് കേട്ടോ, ഗൗതമിപുത്ര സതകർണി. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് വംശമാണ് ഡെക്കാൻ റീജിയൻ ഭരിച്ച അടുത്ത ഇമ്പോർട്ടൻറ്റ് വംശമാണ് ഗംഗാസ് എന്നുള്ള വംശം. ഈ വംശത്തിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒറീസയിലെ കൊണാർക്കിലെ സൺ ടെമ്പിൾ, ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ് ടെമ്പിൾ, അതേ കണക്ക് തന്നെ നമ്മുടെ മൈസൂരിനടുത്ത് ശ്രാവണ ബെലഗോളയിലെ ബാഹുബലിയുടെ സ്റ്റാച്യു. മഹേന്ദ്ര ബാഹുബലിയും പുള്ളിയുടെ മകനും ഒന്നുമല്ല, നമ്മുടെ ജൈനിസത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബാഹുബലി. ബാഹുബലി എന്ന് പറഞ്ഞാൽ ജൈനിസത്തിനകത്ത് 24 ടീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെ ലാസ്റ്റ് 2 ടീച്ചേഴ്സ്, 23ാമത്തെ ടീച്ചറിനെ 24ാമത്തെ ടീച്ചറും റിയലായിട്ട് ജീവിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. 24ാമത്തെ ടീച്ചറാണ് നമ്മുടെ ജൈനിസം സ്റ്റാർട്ട് ചെയ്ത ആരാണ്? മഹാവീരനാണ് 24ാമത്തെ ടീച്ചർ. 23ാമത്തെ ടീച്ചർ പുള്ളിയുടെ തന്നെ ടീച്ചറായ പാർശ്വനാഥയാണ്. അതിനു മുന്നേ 22ഓളം ഇമാജിനറി ക്യാരക്ടേഴ്സ് പറഞ്ഞ് അവർ മതത്തിന് വലിപ്പം കൂട്ടാൻ നോക്കിയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഇമാജിനറി ടീച്ചറാണ് ഋഷഭ. ഈ ഋഷഭൻ്റെ ഇമാജിനറി ആയിട്ടുള്ള ഋഷഭദേവൻ്റെ ഇമാജിനറി ആയിട്ടുള്ള സണ്ണാണ് ബാഹുബലി. അപ്പോൾ അതിനൊന്നും ഫാക്റ്റുകളില്ല, പക്ഷേ ആ മതത്തിൽ അങ്ങനെ 24 ടീച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ടീച്ചറാണ് ഋഷഭൻ്റെ മകനാണ് ബാഹുബലി. ആ ജൈനിസമായിട്ട് റിലേറ്റ് ചെയ്ത ബാഹുബലിയുടെ സ്റ്റാച്യു ആണ് ശ്രാവണ ബെലഗോളയിലുള്ളത്. അത് നിർമ്മിച്ചത് ഗംഗാസിലെ ഒരു മിനിസ്റ്ററാണ് അത് നിർമ്മിച്ചത് കേട്ടോ. അപ്പോൾ ഗംഗാസിൻ്റെ കോൺട്രിബ്യൂഷനാണ് സൺ ടെമ്പിൾ, കൊണാർക്ക്, ജഗന്നാഥ് ടെമ്പിൾ, പുരി, ബാഹുബലി സ്റ്റാച്യു, ശ്രാവണ ബെലഗോള. അടുത്ത ഇമ്പോർട്ടൻറ്റ് വംശം ഡെക്കാൻ റീജിയൻ ഏൻഷ്യൻ പീരീഡിൽ ഭരിച്ചതാണ് ചാലുക്യാസ് ഓഫ് ബദാമി റീജിയൻ ക്യാപിറ്റലാക്കി ഭരിച്ച ചാലുക്യാസ്. ഹിസ്റ്ററിയിൽ 4 ചാലുക്യാസ് ഉണ്ട്, അതിൽ 2 ചാലുക്യാസ് ഇവിടെ വരും കേട്ടോ. അപ്പോൾ ബദാമി റീജിയൻ ക്യാപിറ്റലാക്കി, ബദാമി അല്ലെങ്കിൽ വതേപി ക്യാപിറ്റലാക്കി ഭരിച്ച ചാലുക്യാസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് 4 ചാലുക്യാസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ചാലുക്യാസ് ഓഫ് ബദാമി അത്ര അറിഞ്ഞാൽ മതി ടൈം ലൈനിൽ. അടുത്തത് രാഷ്ട്രകൂട്ടാസ്. ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉള്ള ചക്രവർത്തിമാരാണ് രാഷ്ട്രകൂട്ടാസ് ആണ് അജന്ത എല്ലോറ കേവ്സിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തത്. എലിഫൻ്റ കേവ്സ് അവരുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. കോൺട്രിബ്യൂഷൻ കൂടുതൽ വേറെ ആളുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അജന്ത എല്ലോറ കേവ്സ്, ഗുഹയ്ക്കകത്തുള്ള നിർമ്മിതികൾ, ഗുഹയ്ക്കകത്തുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഈ രാജാക്കന്മാർ നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളതാണ് അജന്ത എല്ലോറ കേവ്സ്. എലിഫൻ്റ കേവ്സ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. അടുത്തത് ലാസ്റ്റ് ഡൈനാസ്റ്റി. ഈ കാലഘട്ടത്തിലെ ലാസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ചാലുക്യാസ് ഓഫ് കല്യാണി. അപ്പോൾ ചാലുക്യാസ് ഓഫ് ബദാമി, ക്യാപിറ്റൽ ബദാമി, കല്യാണി ക്യാപിറ്റൽ
ചാലുക്യാസിൻ്റെ ക്യാപിറ്റൽ കല്യാണി, ഈ ചാലുക്യാസിൻ്റെ ക്യാപിറ്റൽ ബദാമി അല്ലെങ്കിൽ വതേപി എന്നുള്ള സ്ഥലമാണ്. ഈ നമ്മൾ നേരത്തെ ലാസ്റ്റ് സെഷനിൽ കുറച്ച് യുദ്ധങ്ങൾ പഠിച്ചു. ബാറ്റിൽ ഓഫ് മൗണ്ട് അബു, ബാറ്റിൽ ഓഫ് ടറൈൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ആ യുദ്ധങ്ങളുടെയൊക്കെ പേര് എപ്പോഴും ഏത് സ്ഥലത്ത് വെച്ചാണോ നടക്കുന്നത് ആ പേരിലാണ് പറയുന്നത്. ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്നൊക്കെ പറയുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണോ യുദ്ധം നടക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേരിലാണ് യുദ്ധം അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ക്യാപിറ്റലാണ്. ചാലുക്യാസ് ഓഫ് കല്യാണി എന്ന് പറഞ്ഞാൽ കല്യാണി ക്യാപിറ്റലായിട്ടുള്ള ചാലുക്യാസ് വംശം. ചാലുക്യാസ് ഓഫ് ബദാമി എന്ന് പറഞ്ഞാൽ ബദാമി ക്യാപിറ്റലാക്കിയ ചാലുക്യ വംശം. അപ്പോൾ ഈ 5 ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡിലെ ഡെക്കാൻ റീജിയൻ ഭരിച്ച ഇമ്പോർട്ടൻ്റ് രാജവംശങ്ങൾ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുക. സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററി നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പോർഷൻ ഒരു സെറ്റും ബാക്കി പിന്നെ അതിനുശേഷം വന്ന ഡൈനാസ്റ്റീസ്. അപ്പോൾ ആദ്യത്തേത് സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റികൾ. ആദ്യത്തെ പീരീഡ് ആണ് ഈ പറഞ്ഞ സംഗമേജും പിന്നെ സംഗമേജ് കഴിഞ്ഞുള്ള പീരീഡും. സംഗമേജ് എന്ന് പറഞ്ഞാൽ 3rd സെഞ്ച്വറി BC മുതൽ 3rd സെഞ്ച്വറി AD വരെയുള്ള കരുതപ്പെടുന്ന കാലഘട്ടമാണ്. 3 സെഞ്ച്വറി BC മുതൽ 3 സെഞ്ച്വറി AD വരെയുള്ള കാലഘട്ടമാണ് സംഗമേജ്. സംഘം കാലഘട്ടത്തിൽ സംഘം ലാംഗ്വേജ്, സംഘത്തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ റിട്ടൺ ടെക്സ്റ്റുകൾ എഴുതപ്പെട്ട കാലഘട്ടമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കുറേയൊക്കെ റിട്ടൺ ബുക്കുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ ഉള്ള പല കാലഘട്ടത്തിലെയും സംഘകൃതികൾ ഈ 3rd സെഞ്ച്വറി BCയിലൊക്കെ ആദ്യം വന്ന സംഘം ടെക്സ്റ്റുകളുടെ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ ഭരിച്ച വംശങ്ങൾ ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ചേരാസ് കേരള റീജിയൻ ഭരിച്ച, ചോളാസും പാണ്ഡ്യാസും തമിഴ്നാടു റീജിയൻ ഭരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ചേരാസിൻ്റെ ക്യാപിറ്റൽ വഞ്ചിയായിരുന്നു, കേരള റീജിയനാണ് അവർ ഭരിച്ചത്. ചോളാസിൻ്റെ ക്യാപിറ്റൽ ഉറയൂറാണ്, നോർത്തേൺ തമിഴ്നാടു റീജിയനാണ് ചോളാസ് ഭരിച്ചത്. ചോളാസ് 2 ചോളാസ് ഉണ്ട്, പിൽക്കാലത്ത് വന്ന ചോളാസും ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോളാസ്. ദെൻ പാണ്ഡ്യാസ് സദേൺ തമിഴ്നാടു റീജിയൻ ഭരിച്ചവരാണ്, അവരുടെ ക്യാപിറ്റൽ മധുരയായിരുന്നു. അപ്പോൾ ചേരാസും ചോളാസും പാണ്ഡ്യാസും റൂൾ ചെയ്തിരുന്ന കാലഘട്ടമാണ് സംഗമേജ്. സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും റീജിയനാണ് സൗത്ത് ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസ് ആണ് നമ്മൾ പറയുന്നത്. സംഘം പീരീഡ് ഇതാണ്. സംഘം പീരീഡിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡൈനാസ്റ്റീസ്. സംഘം പീരീഡിൽ ഈ 3 ഡൈനാസ്റ്റീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ഡൈനാസ്റ്റീസ് പല്ലവാസ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ഡൈനാസ്റ്റി. പല്ലവാസിൽ തന്നെ ഏർലി പല്ലവാസ്, ലേറ്റർ പല്ലവാസ് എന്ന് പറഞ്ഞ ചെറിയൊരു ഡിവിഷൻ അവിടെ ഉണ്ട്. അത് അവിടെ റീജിയനിൽ ചിലം പഠിക്കും. ദെൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഡൈനാസ്റ്റിയാണ് ഇമ്പീരിയൽ ചോളാസ്. ഇത് രണ്ടാമതൊരു ചോളാസ് ആണ്, ഡിഫറെൻറ്റ് ഫ്രം ആദ്യത്തെ ചോളാസ് ആണ്. അപ്പോൾ പേര് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇമ്പീരിയൽ ചോളാസ് എന്ന് പേര് കൊടുത്തത്. 2 കാരണം കൊണ്ടാണ് ഇവർ ഇമ്പീരിയൽ ചോളാസ് എന്ന് വിളിച്ചത്. ഒന്ന്, ഈ പേരിൽ നിന്ന് ഡിഫറൻസ് അറിയാൻ വേണ്ടിയും. 2, ഇവർ ശരിക്കും ഒരു ഇമ്പീരിയൽ പവറാണ്. അതായത് കടൽ കടന്ന് കപ്പലിൽ കയറി മറ്റ് രാജ്യങ്ങളൊക്കെ പോയി കീഴടക്കുന്ന ഒരു ഇമ്പീരിയൽ പവറാണ്. മറ്റ് സ്ഥലങ്ങളിൽ പോയി കീഴടക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൽക്കട്ട റീജിയൻ, ഗംഗയുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ കൽക്കട്ട, ആ ഒരു റീജിയൻ, ബംഗാൾ റീജിയനൊക്കെ പോയി കീഴടക്കിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ശ്രീലങ്ക റീജിയൻ കീഴടക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പല റീജിയൻസ് ഇവർ കീഴടക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യൻ റീജിയൻ, അങ്ങനെ പല റീജിയൻസും അവർ കടൽ കടന്ന് പോയി കീഴടക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഇമ്പീരിയൽ ചോളാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇമ്പീരിയൽ ചോളാസിൻ്റെ ടൈം പീരീഡ് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. 852 AD മുതൽ 1250 AD വരെ. 852 AD മുതൽ 1250 AD വരെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റഫ്ലി ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു ടൈം ലൈനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഡൈനാസ്റ്റീസ് വരുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മെഡീവൽ ഹിസ്റ്ററിയുടെ ടൈം ലൈനാണ് പഠിക്കേണ്ടത്. അത് നെക്സ്റ്റ് സെഷനിൽ നോക്കാം.